എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഒരൊറ്റ ടെലിവിഷൻ ഷോയിലൂടെ പ്രേക്ഷക മനസ്സിലേക്ക് ചേക്കേറിയ അവതാരികയാണ് ലക്ഷ്മി നക്ഷത്ര. ആരാധകരുടെ ചിന്നു. താരത്തിന്റെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാറുണ്ട്. യുവാക്കളും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ ലക്ഷ്മിയെ സ്നേഹിക്കുന്നുമുണ്ട്. ലക്ഷ്മി നക്ഷത്രയുടെ സോഷ്യൽ മീഡിയ പേജുകൾ കണ്ടാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് ഗെയിം ഷോയിലൂടെയാണ് താരം പ്രേക്ഷകരുടെ ഇടയിൽ കൂടുതൽ ചർച്ചയാകുന്നത്. ഷോയുടെ വിജയത്തിന് പിന്നിലെ ഒരു ഘടകം ലക്ഷ്മിയാണ് എന്ന് തന്നെ പറയാം. താരത്തിന്റെ അവതരണ സ്റ്റൈലിനെ പുകഴ്ത്തി പ്രേക്ഷകർ രംഗത്തെത്താറുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവവുമാണ് ലക്ഷ്മി നക്ഷത്ര. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട്. പ്രേക്ഷകരുമായി വളരെ അടുത്ത ബന്ധമാണ് ലക്ഷ്മി കീപ്പ് ചെയ്യുന്നത്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലക്ഷ്മിയുടെ ഒരു കുറിപ്പാണ്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തെക്കുറിച്ചാണ് ലക്ഷ്മി അതിൽ പറയുന്നത്. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ഈ കഴിഞ്ഞ നവംബർ 16, 2021. വലിയ വിശിഷ്ട വ്യക്തികൾ പൂജിതനായ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചേർത്തലയിലെ കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നാരി പൂജയ്ക്ക് ഇത്തവണ ഈ എളിയ കലാകാരിയായ എന്നെ ക്ഷണിച്ചപ്പോൾ സത്യത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ ആ ചടങ്ങിന്റെ ഭാഗമായപ്പോൾ ഭഗവതിയായി പൂജിതയാകുമ്പോൾ പലരും എന്നെ നോക്കി തൊഴുകൈകളോടെ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ ഒന്ന് വിതുമ്പി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. എല്ലാം ദൈവാനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നല്ല നിമിഷങ്ങൾ നിറഞ്ഞ ഒരു ദിവസത്തിനും എല്ലാവരുടെയും സ്നേഹത്തിനും മനസ്സു നിറയെ നന്ദി എന്ന് ലക്ഷ്മി നക്ഷത്ര കുറിച്ചു. സമ്മിശ്ര പ്രതികരണമാണ് ലക്ഷ്മിയുടെ പോസ്റ്റിന് ലഭിക്കുന്നത്. ലക്ഷ്മിയോട് സ്നേഹം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനങ്ങളും തലപൊക്കുന്നുണ്ട്. എനിക്ക് ചിന്നുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ചിന്നു ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്റ്റാർ മാജിക് കാണുന്നത് തന്നെ. പക്ഷേ ഒരു കാര്യം, നിങ്ങളെ പോലെയുള്ള സെലിബ്രിറ്റികളെ അല്ലാതെ ഒരു പാവം പിടിച്ച വീട്ടിലെ സ്ത്രീകളെ വെച്ച് നാരീ പൂജ ചെയ്യാമോ? ദേവി പറഞ്ഞിട്ടുണ്ടോ പാവങ്ങളെ വെച്ച് നാരീ പൂജ ചെയ്യരുത് എന്ന്? ഇതെല്ലാം മനുഷ്യരുണ്ടാക്കുന്ന ഓരോ ആചാരങ്ങളാണ്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാം, പക്ഷെ പാവങ്ങളെ വെച്ച് പൂജ ചെയ്യട്ടെ എന്നായിരുന്നു ഒരാൾ കുറിച്ച കമന്റ്. സാരി അണിഞ്ഞ് അതീവ സുന്ദരിയായാണ് ലക്ഷ്മി നക്ഷത്ര ചടങ്ങിനെത്തിയത്. മേക്കപ്പ് വേണ്ടായിരുന്നു എന്നാണ് ഒരാൾ ലക്ഷ്മിയോട് പറഞ്ഞത്. ആർക്കും എളുപ്പം കിട്ടുന്നൊരു ഭാഗ്യമല്ല അത്. ചിന്നുവിന് കിട്ടിയതിൽ സന്തോഷം. നാരി പൂജയ്ക്ക് മേക്കപ്പ് ഒഴിവാക്കാമായിരുന്നു. യഥാർത്ഥത്തിലുള്ള ചിന്നുവിന്റെ സൗന്ദര്യം മാത്രം മതിയല്ലോ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ എന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട്. ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ മുൻപ് നടത്തിയ നാരി പൂജയിൽ മഞ്ജു വാര്യരും ഉർവശിയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തിട്ടുള്ള വിവരവും ചിലർ അറിയിച്ചെത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് എന്തൊക്കെ സമ്പത്തും നേട്ടങ്ങളും ഉണ്ടായാലും ഏറ്റവും അധികം അവൾ സന്തോഷിക്കുന്നത് സ്നേഹിക്കപ്പെടുമ്പോഴും ആദരിക്കപ്പെടുമ്പോഴുമാണെന്നാണ് മഞ്ജു വാര്യർ അന്ന് പ്രതികരിച്ചത്. ഇതേക്കുറിച്ചുള്ള കമന്റുകളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ബൈ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.